വലിയൊരു രാജ്യത്തെ ഒരു രാജാവ് ആ രാജ്യത്തേക്ക് വന്ന ഒരു വിദേശ സഞ്ചാരിയെ മറ്റൊരു വിദൂര രാജ്യത്ത് നിന്ന് വന്ന ഒരു വിദേശ സഞ്ചാരിയെ ഉപചരിച്ചിരുത്തി സംസാരിക്കുകയാണ്. അപ്പൊ സംസാരമധ്യേ ഈ രാജാവിന്റെ ഒരു വാചകത്തിൽ നിന്ന് എന്തോ ഒരു സംശയം ഒരു തോന്നൽ തോന്നിയ ഈ സഞ്ചാരി ചോദിച്ചു. അപ്പോൾ അങ്ങ് പറഞ്ഞത് ഈ രാജ്യത്ത്, ഈ വലിയൊരു രാജ്യത്ത് ഇതുവരെ മഹാന്മാരാരും ജനിച്ചിട്ടില്ല എന്നാണോ? കാരണം ഇവിടെ മഹാന്മാരാരും, ആ സംസാരമധ്യേ ഇവിടെ മഹാന്മാരാരും ജനിച്ചിട്ടില്ല എന്നൊരു ധ്വനിയാണ് രാജാവിൽ നിന്ന് ഉണ്ടായത്. അപ്പോഴാണ് ഇദ്ദേഹം ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുകയാണ്, എന്നൊരു സംശയം നിവൃത്തി വരുത്തുകയാണ്. അങ്ങ് പറഞ്ഞത് ഇത്രയും വലിയൊരു രാജ്യത്ത് ഇതുവരെ മഹാന്മാരാരും ജനിച്ചിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? അപ്പോൾ രാജാവ് വീണ്ടും തന്നെ യാതൊരു സംശയലേശമന്യേ രാജാവ് പറഞ്ഞു, ഇല്ല, ഈ രാജ്യത്ത് ഇതുവരെ മഹാന്മാരാരും ജനിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം ഒന്നുകൂടി ചോദിച്ചു, ഇത്രയും വലിയ രാജ്യത്ത് ഇന്ന് വരെ മഹാന്മാരാരും ജനിച്ചിട്ടില്ലേ? രാജാവ് വീണ്ടും പറഞ്ഞു, ഇല്ല, ഇവിടെ ഇതുവരെ മഹാന്മാരാരും തന്നെ ജനിച്ചിട്ടില്ല. അപ്പം ഇദ്ദേഹം വീണ്ടും സംശയം കൂടി, എന്തേ? അപ്പോൾ രാജാവ് പറഞ്ഞു, ഇവിടെ മഹാന്മാരാരും ജനിച്ചിട്ടില്ല, ഈ രാജ്യത്ത് കുഞ്ഞുങ്ങൾ മാത്രമേ ജനിക്കാറുള്ളൂ എന്ന്. ഈ രാജ്യത്ത് കുഞ്ഞുങ്ങൾ മാത്രമേ ജനിക്കാറുള്ളൂ. അത്ര സീരിയസ് ആയ ഒരു കാര്യമായി തോന്നില്ല എങ്കിലും ചിന്തിക്കാൻ മാത്രമുണ്ട്, നന്നായി ചിന്തിക്കാൻ മാത്രമുണ്ട്. കാരണം ഒരു മഹത് വ്യക്തിയും ഒരു മഹത് വ്യക്തിത്വങ്ങളൊന്നും ജനിക്കുമ്പോൾ മഹത് വ്യക്തിത്വങ്ങളായി ജനിക്കുന്നതല്ല. അത് ഏത് മേഖലയാകട്ടെ, കലാ, കായിക, സാംസ്കാരിക, ഏത് മേഖലയിലും, സാമ്പത്തിക മേഖലയിലാണെങ്കിൽ പോലും. കാരണം ഒരുപക്ഷെ സമൂഹത്തിലെ 90% ആളുകൾക്കും ആവശ്യമുള്ളത് സാമ്പത്തികം തന്നെയാണെന്നുള്ളത് മിക്കവാറും അടിവരായിട്ട് പറയാറുള്ളതാണ്. ഏത് കാര്യങ്ങളാകട്ടെ, ജനിക്കുമ്പോൾ ആരും മഹാന്മാരായിട്ടല്ല ജനിക്കുന്നത്, സൃഷ്ടിക്കപ്പെടുന്നതാണ്. സ്വയം സൃഷ്ടിക്കാൻ കഴിയും, സ്വയം പുനർനിർമ്മാണം നടത്തിയെടുക്കാൻ കഴിയും. ഒരിക്കലും ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ പിന്നെ. കാരണം കുട്ടിക്കാലം മുതലെയുള്ള ചുറ്റുവട്ടത്ത് നിന്ന് കേൾക്കുന്ന കേൾവികളെയും ചുറ്റുവട്ടത്ത് നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളും അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിതം രൂപപ്പെടുന്നതെങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ നാം സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്വയം പുനർനിർമ്മിക്കാവുന്നതേ ഉള്ളൂ. അതിനാൽ തന്നെ മഹാന്മാരാരും സൃഷ്ടിക്കപ്പെടുന്നതല്ല എന്നുള്ള ആ ഒരു വാചകം മനസ്സിൽ കനലായി സൂക്ഷിച്ചുകൊണ്ട് അതിനോടനുബന്ധിച്ച് കൂട്ടി വായിക്കാവുന്ന 2 ചൊല്ലുകൂടെ നമുക്ക് നോക്കാം. ഏതൊരു രാജാവും കരയുന്ന കുഞ്ഞു മാത്രമായിരുന്നു. അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലുമുണ്ട്, അലക്സാണ്ടറും കരയുന്ന കുഞ്ഞു മാത്രമായിരുന്നു എന്ന്. ഏതായാലും നിങ്ങളുടെയൊക്കെ അവസ്ഥ, നിങ്ങളിപ്പോൾ ആര് തന്നെ ആകട്ടെ, എന്ത് തന്നെ ആകട്ടെ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് തന്നെ ആകട്ടെ, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് സ്വയം പുനർനിർമ്മിക്കാവുന്നതേ ഉള്ളൂ, പുനർസൃഷ്ടിക്കാവുന്നതേ ഉള്ളൂ.